നമസ്കാരം. പതിരും കതിരും. 1981 പുറത്തിറങ്ങിയ സിനിമയാണല്ലോ കോളിളക്കം. ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഹെലികോപ്റ്ററിൽ ഞാന്നു കിടന്നുകൊണ്ട് ജയൻ നടത്തുന്ന സംഘടന രംഗങ്ങൾ കണ്ട് നടുങ്ങിയവരാണ് നമ്മൾ. ഹെലികോപ്റ്റർ നിയന്ത്രിച്ചിരുന്ന ബാലങ്കേ നായർ കാലുകൊണ്ട് ജയനെ തൊഴിച്ചിടുന്നതായിരുന്നു ആ രംഗം. ആ തലമുറയ്ക്ക് അന്ന് മുതൽ ഹെലികോപ്റ്റർ പേടി സ്വപ്നമായിരുന്നു. കോളിളക്കത്തിലെ ആ ഹെലികോപ്റ്ററും സംഘടന രംഗങ്ങളും ഓർക്കാനൊരു കാരണമുണ്ട്. കേരളത്തിലെ കമ്മികൾ ഇപ്പോൾ ആ ഹെലികോപ്റ്ററിൽ കിടന്ന് ഞാലുകയാണ്. ബാലങ്കേ നായർ സർവ്വശക്തിയും എടുത്ത് അത് പറത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കമ്മികൾക്കത് വിട്ടയക്കാൻ മനസ്സ് വരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ജനം ചുരുട്ടിക്കൂട്ടിയതിനു ശേഷം പുതിയ സർക്കാർ വന്ന അന്ന് മുതൽ ജനം അന്വേഷിക്കുന്നത് ഒന്നുണ്ട്: പിണറായി വിജയൻ വാടകയ്ക്കെടുത്തിട്ട ആ ഹെലികോപ്റ്റർ ഉണ്ടോ അതോ പറഞ്ഞു വിട്ടോ? ആ ഹെലികോപ്റ്റർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല, പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൻ്റെ കരാർ കാലാവധി തുടരാനാണ് പോലീസ് മേധാവി രവട ചന്ദ്രശേഖരന് ഇഷ്ടം. അദ്ദേഹം സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് ഒരു ശുപാർശ നൽകിയിരിക്കുകയാണ്. ഈ കരാർ തുടരണോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഈ വർഷം ഓഗസ്റ്റിൽ വാടക ഹെലികോപ്റ്ററിൻ്റെ കരാർ കാലാവധി അവസാനിക്കുകയാണ്. ഓഗസ്റ്റിന് ശേഷവും തുടരാൻ പോലീസ് മേധാവി സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയതായാണ് ഇന്നലെ വന്ന റിപ്പോർട്ട്. പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ഈ പാഴ്ചെലവിന് കൊടുക്കുന്ന വാടക. 3 വർഷത്തേക്കുള്ള കരാറാണ് ഓഗസ്റ്റിൽ അവസാനിക്കുന്നത്. പോലീസ് മേധാവിയുടെ ശുപാർശ അനുസരിച്ച് UDF സർക്കാർ കരാറ് പുതുക്കുമോ എന്ന കാര്യത്തിലാണ് കമ്മികൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെ പാത പിന്തുടരുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരര പിണറായിയായി അവർക്ക് സതീശനെ കാണണം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഒരു DGP ഉണ്ടായിരുന്നു, പാഷാണം ഷാജി. അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരമായിരുന്നു പോലീസ് ഹെലികോപ്റ്റർ ഒരെണ്ണം വാടകയ്ക്കെടുത്തത്. മാവോയിസ്റ്റുകൾ പിണറായി വിജയനെ എവിടെ കണ്ടാലും തട്ടുമെന്ന് ലക്ഷ്യമിട്ട് നടക്കുകയാണെന്നും VIP-യുടെ യാത്ര സുരക്ഷിതമാക്കണമെന്നൊക്കെ പറഞ്ഞാണ് വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുപ്പിച്ചത്. മാവോയിസ്റ്റ് എന്ന് കേട്ടപ്പോഴേ പിണറായി വിജയൻ വെറുണ്ടുപോയി. എത്ര കാശ് മുടക്കിയാലും വേണ്ടില്ല, കൊണ്ടുപോവാ ഹെലികോപ്റ്റർ ഒന്ന് എന്ന ആജ്ഞ കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്ന ഹെലികോപ്റ്ററാണ് ഇപ്പോൾ വെറുതെ കിടക്കുന്നത്. 80 ലക്ഷം രൂപ വാടകയ്ക്ക് പ്രതിമാസം പരമാവധി 25 മണിക്കൂറാണ് പറത്താൻ കഴിയുക. അതിന് മുകളിലുള്ള സമയത്തിന് കൂടുതൽ പണം നൽകേണ്ടി വരും. ഹെലികോപ്റ്റർ ഒരു തവണ പോലും പറത്തിയില്ലെങ്കിലും മാസം 80 ലക്ഷം രൂപ വാടക നൽകണം. കേന്ദ്ര സർക്കാർ മാവോയിസ്റ്റുകൾക്കെതിരായ നടപടികൾക്കായി നൽകിയ പണമെടുത്താണ് ഹെലികോപ്റ്റർ വാടക കൊടുത്തത്. മാവോ പോയിട്ട് മ്യാവു എന്നലച്ചൊരു പൂച്ച പോലും പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഭയം പിണറായി വിജയൻ്റെ കൂടപ്പിറപ്പായതിനാൽ ഹെലികോപ്റ്റർ വിട്ടയക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒന്നാലോചിച്ചാൽ ആ പാഷാണം ഷാജിയാണ് ഈ പിണറായി വിജയനെ പല കാര്യങ്ങൾക്കും പിരികയറ്റിയത്. വെറുതെ ഭയപ്പെടുത്തി സർക്കാരിൻ്റെ കോടികൾ മുടക്കി ഒരു ഹെലികോപ്റ്റർ വരുത്തിച്ചു. ഇതേ പാഷാണം ഷാജിയാണ് മുഖ്യമന്ത്രിയോട് മറ്റൊന്ന് പറഞ്ഞ് പിരികയറ്റിയത്: ഇരുട്ടുവാക്കിന് ആരെങ്കിലും ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ കറുത്ത കാറ് വേണം. വെളുത്ത കാറിൽ പോകുന്ന വിജയനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും. അത് കേട്ട് പേടിച്ച പിണറായി വിജയൻ ബാലഗോപാലനോട് പറഞ്ഞു, എനിക്ക് കറുത്ത കാറ് വേണം, കൊണ്ടുപോവാ ഒന്ന്. അങ്ങനെയാണ് കറുത്ത കാറ് വാങ്ങിയത്. എവിടെ നിന്നാണ് വെടി വരുന്നത് എന്നായി പിന്നത്തെ ഭയം. പിണറായി വിജയൻ റോഡിലിറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓട്ട മത്സരങ്ങളൊക്കെ നിർത്തിവെക്കും. അവിടെ സ്റ്റാർട്ട് പറയാൻ റിവോൾവർ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണുള്ളത്. ആ വെടിയൊച്ച കേൾക്കുമ്പോൾ പിണറായിക്ക് ഭയമാണ്. പിണറായി വിജയൻ്റെ ഈ ഹെലികോപ്റ്റർ ധൂർത്തിനെതിരെ ആദ്യം പ്രതികരിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. അങ്ങനെയുള്ള പുള്ളി പിണറായി വിജയൻ ധൂർത്തിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഈ ഹെലികോപ്റ്റർ നിലനിർത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? 3-4 പ്രാവശ്യമാണ് 3 വർഷത്തിനിടയിൽ ഈ ഹെലികോപ്റ്റർ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കായി ഉപയോഗിച്ചത്. ഒരു വർഷം 3-4 തവണയാണ് അത്തരം ആവശ്യങ്ങൾക്ക് ഇത് വേണ്ടി വരിക. അതിനാണ് ഇത്രയും കോടികൾ മുടക്കി ഹെലികോപ്റ്റർ നിലനിർത്തിയിരിക്കുന്നത്. ഇത് നിലനിർത്തണമെന്ന് UDF സർക്കാരിനോട് കത്തുകൊടുത്ത് ആവശ്യപ്പെട്ട അതേ DGP-യാണ് സഖാക്കളെ നിങ്ങളുടെ 5-6 എണ്ണത്തിനെ ഭിത്തിയിലാക്കിയതെന്ന് ഓർമ്മ വേണം. പിണറായി കൊണ്ടു നടന്ന 40 കാറിൻ്റെ അകമ്പടി ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഭയരഹിതനായി നടുറോഡിലൂടെ നടന്നും ആൾക്കൂട്ടത്തിനിടയിൽ ഇടപെട്ടും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ കമ്മികൾക്ക് വല്ലാത്ത കണ്ടുകടിയാണ്. വെറും 3 വാഹനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുള്ളത്. മനുഷ്യനെ അടുത്ത് കാണുമ്പോൾ ചതുർത്ഥിയായിരുന്നല്ലോ പിണറായിക്ക്. മനുഷ്യബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ് പുതിയ കാലത്തെ മാർക്സിസത്തിൻ്റെ ഒരു ശൈലി. വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന് പ്രതിമാസം 80 ലക്ഷം രൂപ കൊടുക്കുന്നതിന് പകരം ആ കാശ് കൊണ്ട് ആശുപത്രികളിൽ മരുന്നും പഞ്ഞിയും വാങ്ങിവെക്കാം.
ഹെലികോപ്റ്റർ നിലനിർത്തണമെന്നൊരാവശ്യം DGP സർക്കാരിന് സമർപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കമ്മിക്കൂട്ടങ്ങൾ മോങ്ങാൻ തുടങ്ങി. ആദ്യം UDF സർക്കാരിൻ്റെ ധൂർത്തിനെ വിമർശിച്ച് രംഗത്ത് വന്നത് ബിനീഷ് കോടിയേരിയാണ്. പുള്ളിക്കാരന് അംഗത്വം ലഭിച്ചതോടെ രാപകൽ പണി ചെയ്യുകയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി. യാതൊരു വിശ്രമവുമില്ല. എന്നാൽ വീട്ടിലിരിക്കുന്ന അമ്മയാണെങ്കിൽ പാർട്ടിക്ക് പാര പണിയുന്നുമുണ്ട്. ഒരർത്ഥത്തിൽ ആ കിണറേഷ് മോനും ഈ BDAരിയും കൂടിയാണ് ക്യാപ്സൂളുകൾ വാരി വിതറി സഖാക്കളെ ഉന്മത്തരാക്കി ഇത്രമേൽ ഇതിനെ ഒരു വെറുപ്പിക്കൽ പ്രസ്ഥാനമാക്കിയത്. AK ബാലൻ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി വരുന്നതിന് മുമ്പ് തന്നെ ഹെലികോപ്റ്റർ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ പിണറായി സഞ്ചരിച്ച ഹെലികോപ്റ്റർ മ്യൂസിയത്തിൽ വെച്ചാൽ നാളെ വരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞെന്നിരിക്കും. ഓരോ ദിവസവും പുലരുന്നത് മുതൽ വീണ്ടും ഇരുട്ടി വെളുക്കുന്നത് വരെ ഓരോ കമ്മിയുടെയും തല പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ദിവസം എത്ര കള്ളത്തരങ്ങളാണ് അടിച്ചിറക്കി വിടുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ DYFIക്കാരൻ്റെയും അന്തം കമ്മികളുടെയും ഒക്കെ അവസ്ഥ ഭയാനകമാകും. അവർക്ക് പൊതുനിരത്തിൽ അഴിഞ്ഞാടാനും ജലപീരങ്കിക്ക് മുമ്പിൽ കുളിച്ചുല്ലസിക്കാനും ആളെ കിട്ടാതെ വരും. DGP നൽകിയ അപേക്ഷയെടുത്ത് തോട്ടിലെറിഞ്ഞ ശേഷം ഹെലികോപ്റ്റർ പറഞ്ഞു വിടുന്നതിന് മുമ്പ് അവരോട് പറയണം, അതുമായി പിണറായി വിജയൻ താമസിക്കാൻ പോകുന്ന കൻ്റോൺമെൻറ്റ് ഹൗസിൻ്റെ മുകളിൽ 3 വട്ടം വലം വയ്ക്കണമെന്ന്. എന്നിട്ട് ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞ് ടാറ്റ കൊടുത്തിട്ട് വേണം പോകാൻ. അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ആ ഹെലികോപ്റ്റർ അപ്രത്യക്ഷമാകുന്നത് വരെ പിണറായിയും കുടുംബവും ഇറങ്ങി നോക്കി നിൽക്കണം.